ബീഹാറിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഒരു യുവാവ് ക്രൂരമായി കൊലപ്പെടുത്തിയത് തന്റെ കുടുംബത്തെ ഒന്നടങ്കമാണ്. സ്വന്തം ഭാര്യയെയും 3 കുട്ടികളെയും ക്രൂരമായി അടിച്ചുകൊന്ന അയാളുടെ മാനസികാവസ്ഥ എന്താകും? സ്വന്തം മക്കളെ പോലും കൊല്ലാൻ അയാൾ തീരുമാനമെടുത്തതിന് പിന്നിലെ കാരണം എന്തായിരിക്കും? ബീഹാറിലെ ദർഭംഗയിലാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. സന്ദീപ് ദാസ് എന്ന യുവാവ് കൊന്നൊടുക്കിയത് 3 മക്കളെയും സ്വന്തം ഭാര്യയെയുമാണ്. ബീഹാറിലെ ദർഭംഗ ജില്ലയിലെ പടോർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചന്ദൻപട്ടി ഗ്രാമത്തിലായിരുന്നു സന്ദീപ് ദാസും 27-കാരിയായ ഭാര്യ ഫൂൽകുമാരി ദാസും അവരുടെ 7, 6, 5 വയസ്സുള്ള മക്കളും താമസിച്ചിരുന്നത്. പശ്ചിമ ബംഗാളിലെ ദാൽക്കോളയിൽ നിന്ന് ജോലിക്കായി ദർഭംഗയിലെത്തിയ കുടുംബമായിരുന്നു ഇവരുടേത്. മുൻപ് ഹരിയാനയിൽ ജോലി ചെയ്തിരുന്ന സന്ദീപ് മികച്ച വരുമാനം തേടിയാണ് കുടുംബവുമൊത്ത് 1 മാസം മുൻപ് ദർഭംഗയിലേക്ക് എത്തിയത്. ദർഭംഗയിൽ ഒരു കോഴി ഫാമിലായിരുന്നു സന്ദീപിന് ജോലി. അവിടെ തന്നെ ഒരു മുറിയിലായിരുന്നു കുടുംബവുമൊത്ത് അയാൾ താമസിച്ചിരുന്നത്. ഇന്ന് രാവിലെയാണ് സന്ദീപും ഭാര്യയും തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് പരസ്പരം തർക്കത്തിലായത്. തർക്കത്തിനൊടുവിൽ ദേഷ്യം സഹിക്കാനാകാതെ വന്നതോടെ സന്ദീപ് മുറിയുടെ വാതിൽ അകത്തുനിന്ന് പൂട്ടി. പിന്നീട് സമീപത്തുണ്ടായിരുന്ന ഇരുമ്പുവടി ഉപയോഗിച്ച് സ്വന്തം മക്കളെയും ഭാര്യയെയും അയാൾ ക്രൂരമായി ആക്രമിച്ചു. ഇരുമ്പുവടി കൊണ്ടുള്ള അയാളുടെ ആ ആക്രമണം 3 മക്കളും ഭാര്യയും മരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതുവരെ അയാൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഫൂൽകുമാരിയുടെയും മക്കളുടെയും കരച്ചിൽ കേട്ട ഫാമിലുണ്ടായിരുന്ന മറ്റു തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തുന്നത്. പോലീസ് എത്തി കുട്ടികളെയും അമ്മയെയും ഉടൻ തന്നെ ദർഭംഗ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അവർ അപ്പോഴേക്കും മരിച്ചിരുന്നു. കാരണം അത്രയ്ക്കും മാരകമായായിരുന്നു അയാൾ അവരെ ആക്രമിച്ചത്. അതേസമയം തന്റെ കുടുംബത്തെ മുഴുവൻ കൊന്നൊടുക്കിയ സന്ദീപ് ഒടുക്കം സ്വയം ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് കണ്ടെത്തിയിടത്താണ് അയാളുടെ മാനസിക നില എത്രത്തോളം താളം തെറ്റിക്കിടക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. സന്ദീപിനെ പരിക്കേറ്റ നിലയിൽ പോലീസ് പിന്നീട് വീട്ടിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. ആശുപത്രിയിൽ വെച്ച് ഇയാളും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. അതിലേക്ക് കൂടി പോകാം. ऐसे मेरे को लग रहा था कि मेरे को खाने में मिला के कुछ खिला रहा है। कुछ बात नहीं। कौन आपकी पत्नी? अच्छा, खाने में मिला के खिला रहा है? क्या है, इतना दिन से नहीं खिला रहा था, आज क्या खिला रहा है? कहाँ घर हुआ? घर कहाँ हुआ आपका? बंगाल है। दरभंगा ही घर हुआ? बंगाल है। बंगाल में कहाँ? दाल खोला। സംഭവത്തെപ്പറ്റി ഇങ്ങനെയാണ് സന്ദീപ് മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണം. സംഭവസ്ഥലത്തെത്തിയ പോലീസും ഫോറൻസിക് സംഘവും വിവരങ്ങൾ ശേഖരിക്കുകയും സ്ഥലം പൂർണ്ണമായും സീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൊലപാതകത്തിന് ഉപയോഗിച്ച ഇരുമ്പ് പൈപ്പ്, വടി, മറ്റ് പ്രധാന ശാസ്ത്രീയ തെളിവുകൾ എന്നിവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തുകയും ചെയ്തു. 4 മൃതദേഹങ്ങളുടെയും ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയ പോലീസ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണിപ്പോൾ. പ്രാഥമിക അന്വേഷണത്തിൽ കേസ് പൂർണ്ണമായും ഒരു ഗാർഹിക തർക്കത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് സിറ്റി പോലീസ് സൂപ്രണ്ട് അശോക് ചൌധരി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിക്ക് എന്തെങ്കിലും മാനസിക രോഗമോ സമ്മർദ്ദമോ ഉണ്ടായിരുന്നുവെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മരിച്ചയാളുടെ സഹോദരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണിപ്പോൾ പോലീസ്. वेस्ट बंगाल से जो मजदूर लोग आए थे, यहीं रुके हुए थे, उसमें एक परिवार में अभी आज सुबह घटना हुआ है, मारपीट हुआ। उसी के क्रम में पति ने और उसका पत्नी और बच्चे को, 3 बच्चे हैं, उनको मारपीट किया था। उसमें पत्नी का यही स्पॉट डेथ हुआ था और बाकी 3 बच्चे को DMCH में भेजा गया था। तो यहाँ इलाज क्रम में उनका भी सभी थाना प्रभारी से सूचना मिल रहा है, तो तुरंत अभी उनका भी डेथ हुआ है। और ये आपसी कला है और 2 दिन पहले से इनका विवाद चल रहा था पति पत्नी के बीच में, उसी क्रम में घटना हुआ। जी जी वहाँ में भेले हैं? जी वहाँ में भेले हैं। के काट दल के ककरा? से नहीं कहो सर, नहीं, बोर कन्या के भेले हैं ना? जी बोर कन्या के भेले, मतलब दुन्नू पति पत्नी प्राणी के। जी दोनों प्राणी के भेले। पति पत्नी में? जी जी तो आपसी विवाद बुझाई? जी आपसी विवाद है सर। बड़ा दुखद। जी बहुत दुखद घटना है सर। ये सब नहीं में सर सुने में आल जे 2-3 गो बच्चो है। हाँ 3 गो बच्चो आर है। हाँ ओकरो काट दल के? जी शायद സംഭവം ഏതായാലും ഗർഭംഗ നാടിനെയും നാട്ടുകാരെയുമൊക്കെ ആകെ ഭയത്തിലാഴ്ത്തിയിരിക്കുകയാണിപ്പോൾ. കൊലപാതകം ചെയ്യാൻ പ്രതിയെ പ്രേരിപ്പിച്ച കാരണമെന്തെന്നും ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണോ എന്നതടക്കമുള്ള സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.